अमित शाह और नरेंद्र मोदी गद्दार हैं क्योंकि उन्होंने कॉन्स्टिट्यूशन पर आक्रमण किया है. മോദി ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും കൊള്ളയടിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ അദ്ദേഹം അദാനിക്കും അംബാനിക്കും കൈമാറിയെന്ന് രാഹുൽ ഗാന്ധി. कि नरेंद्र मोदी अमित शाह संविधान पर आक्रमण कर रहे हैं. उन्होंने देश का धन अदानी अंबानी को बांटा. ഈ പ്രസ്താവന കേട്ടിരിക്കാൻ ബിജെപിക്ക് കഴിയുമോ? രാഹുൽ ഗാന്ധിയുടെ ഭാഷ പാകിസ്ഥാന്റെയും ആ രാജ്യം പിന്തുണക്കുന്ന ഭീകരരുടെയും ഭാഷയ്ക്ക് സമാനമാണെന്ന് ആരോപിച്ച് ബിജെപി നേതാക്കൾ രംഗത്തെത്തിയതറിഞ്ഞില്ലേ? കലിയടങ്ങാത്ത ബിജെപി വക്താവ് ഇങ്ങനെ പറഞ്ഞു വെച്ചു. 140 കോടി ഇന്ത്യക്കാരെയുമാണ് രാജ്യദ്രോഹികൾ എന്ന് രാഹുൽ ഗാന്ധി വിളിക്കുന്നത്. आपने केवल नरेंद्र मोदी का ही अपमान नहीं, आपने देश की 140 करोड़ जनता का अपमान किया है. പാകിസ്ഥാന്റെ ഭാഷയാണ് അദ്ദേഹത്തിൽ പ്രതിഫലിക്കുന്നത്. പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരർക്ക് മാത്രമാണ് ഇത്തരം പ്രസ്താവനകൾ നടത്താൻ കഴിയുക. ഒരു രാഷ്ട്രീയ എതിരാളിയുടെ ഉദ്ദേശ്യമല്ല, മറിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഉദ്ദേശ്യമാണ് തന്റേതെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചുവെന്നായി ബിജെപി വക്താവ്. ശരിക്കും പറഞ്ഞാൽ മോദിക്കെതിരെ സംസാരിച്ചതല്ല, മറിച്ച് അദാനിക്കും അംബാനിക്കുമെതിരെ സംസാരിച്ചതാണ് ബിജെപിയെ രോഷം കൊള്ളിച്ചതെന്ന് വ്യക്തമല്ലേ? രാജ്യത്തെ പൗരന്മാർക്ക് സാമ്പത്തിക അച്ചടക്കത്തിന്റെ ക്ലാസ് എടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്രയ്ക്ക് പോയിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് പറഞ്ഞത്. അതേസമയം അദ്ദേഹം ലോകം ചുറ്റുകയാണ്. RSS പ്രവർത്തകർ മുന്നിൽ വന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കുറിച്ച് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കൂടി രാഹുൽ പറഞ്ഞു വെക്കുന്നു. RSSകാരോട് പറയേണ്ടത് നിങ്ങളുടെ പ്രധാനമന്ത്രി ഒരു രാജ്യദ്രോഹിയാണ്, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഒരു രാജ്യദ്രോഹിയാണ്, നിങ്ങളുടെ സംഘടന രാജ്യദ്രോഹപരമാണ്, നിങ്ങൾ ഇന്ത്യയെ വിറ്റു തുലയ്ക്കാൻ പ്രവർത്തിക്കുന്നുവെന്ന് അവരോട് പറയണമെന്ന് രാഹുൽ ഗാന്ധി. RSS के लोग सुन लो, आपने कहा कि मुझे माफी मांगनी चाहिए, मैं कभी माफी नहीं मांगूंगा, फिर बोलूंगा. अमित शाह और नरेंद्र मोदी गद्दार हैं क्योंकि उन्होंने कॉन्स्टिट्यूशन पर आक्रमण किया है. പ്രധാനമന്ത്രി ജനങ്ങളോട് വിദേശയാത്രകൾ ഒഴിവാക്കാൻ പറയുന്നു. എന്നിട്ട് ആയിരക്കണക്കിന് കോടി വിലയുള്ള വിമാനങ്ങളിൽ വിദേശയാത്ര നടത്തുന്നു. സ്വന്തം വിദേശയാത്രകൾ തുടരുമ്പോൾ ജനങ്ങൾക്ക് വിപരീത സന്ദേശങ്ങൾ നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. ഒരു വലിയ സാമ്പത്തിക കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് രാഹുൽ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ നോട്ട് നിരോധന കാലത്തും കോവിഡ് മഹാമാരിയുടെ സമയത്തും ചെയ്തതുപോലെ ജനങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും. ഇത് തൻ്റെ തെറ്റല്ലെന്ന് വീണ്ടും പറയുകയും ചെയ്യും. എന്നാൽ തെറ്റ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും RSSന്റെയുമാണ്. സാമ്പത്തിക കാര്യങ്ങളിലും വിദേശ സന്ദർശനങ്ങളിലും പ്രധാനമന്ത്രി കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ ദുർബലപ്പെടുത്തിക്കൊണ്ടും ജാതി സെൻസസ് നടത്താതെയും തെരഞ്ഞെടുത്ത വ്യവസായികൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചുകൊണ്ടും പ്രധാനമന്ത്രി 24 മണിക്കൂറും ഭരണഘടനയെ ആക്രമിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ അദ്ദേഹം അദാനിക്കും അംബാനിക്കും കൈമാറിയെന്നും രാഹുൽ ഗാന്ധി. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കും പ്രവൃത്തിയും ചേർന്നു പോകാത്ത സമീപനങ്ങൾ കൊണ്ട് ലോകത്തിനു മുമ്പിൽ ഈ രാജ്യം നാണം കെടുകയല്ലേ? മോദിക്കെതിരായ വിമർശനം 140 കോടി ഇന്ത്യക്കാരെയുമാണെന്ന് BJPക്ക് എത്ര നാൾ പറഞ്ഞു നടക്കാൻ കഴിയും?